പ്രൈസ് ദി ലോർഡ്. ഇന്ന് മലയാള മനോരമയിലെ ചരമക്കോളത്തിൽ ഞാൻ കണ്ട ഒരു പടമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. 25 വർഷം മുമ്പ് മരിച്ചുപോയ തങ്ങളുടെ അപ്പച്ചനെ ഓർക്കുകയും അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ പടത്തിലൂടെ നമ്മൾ കാണുന്നത്. ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കഴിയും എന്ന് വചനം പോലും നമ്മളോട് പറയുന്നുണ്ട്. 2 മക്കബായർ 12:45 പറയുന്നു, അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരിച്ചുപോയ നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന അവരുടെ ആത്മാക്കളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനുമായിട്ട് സാധിക്കും. ഈ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളെ പോലും ദൈവം നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ റെഡിയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അപ്പൻ, നമ്മുടെ സ്വർഗീയ പിതാവ് മനുഷ്യ മക്കളെ അത്ര അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്നേഹം മരിച്ചുപോയ നമ്മളുടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ചൊല്ലി പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ നേടുവാനായിട്ട് പരിശ്രമിക്കാം. ആമേൻ.